മെയ് 30-നാണ് മോഹൻലാൽ ചിത്രം തുടരും 35 ദിവസത്തെ തിയേറ്റർ പ്രദർശനത്തിന് ശേഷം OTT-യിലേക്ക് എത്തിയത്. ഹോട്ട്സ്റ്റാറിലാണ് തുടരും സ്ട്രീം ചെയ്യുന്നത്. ആദ്യമായി മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണ് തുടരും. OTT-യിൽ റിലീസ് ചെയ്യപ്പെട്ടപ്പോൾ വൻ പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. OTT-യിൽ മലയാളത്തിന് പുറമെ 4 ഭാഷകളിൽ കൂടി ചിത്രം കാണാനാകും. അതേസമയം തിയേറ്റർ റിലീസായി മലയാളത്തിന് പുറമെ മറ്റ് 2 ഭാഷകളിലും ചിത്രം എത്തിയിരുന്നു. സ്കാൻസിൽഗിന്റെ കണക്കുകൾ പ്രകാരം തുടരും തെലുങ്ക് പതിപ്പ് ഇന്ത്യയിൽ നിന്നും നേടിയത് 1.98 കോടി രൂപയുടെ കളക്ഷനാണ്. അതേസമയം തമിഴ് പതിപ്പ് നേടിയ കളക്ഷൻ 1.4 കോടി രൂപയുമാണ്. തുടരും മലയാളം പതിപ്പ് ഇന്ത്യയിൽ നിന്നും നേടിയ കളക്ഷൻ 117.92 കോടിയും വിദേശത്തു നിന്ന് 93.8 കോടിയും ചേർത്ത് ചിത്രത്തിന്റെ ഇതുവരെയുള്ള ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ 234.61 കോടി രൂപയാണ്. രജപുത്ര വിഷ്വൽസ് മീഡിയയുടെ ബാനറിൽ M. രഞ്ജിത്ത് നിർമ്മിച്ച ചിത്രത്തിൽ ഫർഹാൻ ഫാസിൽ, മണിയമ്പിള്ള രാജു, ബിനു പപ്പു തുടങ്ങി വലിയൊരു താരദിനം തന്നെ അണിനിരക്കുന്നുണ്ട്. ഏപ്രിൽ 25-നാണ് ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.